നമസ്കാരം. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ നിരവധി കേസുകൾ നേരിടുന്ന വിവാദ ഇസ്ലാമിക പ്രഭാഷകനായ മുജാഹിദ്ദീൻ ബാലുശ്ശേരി നടൻ മോഹൻലാലിന് നേരെയും ലെസ്ബിയൻ കമ്മ്യൂണിറ്റിക്ക് നേരെയും വീണ്ടും വിഷം ചീറ്റി രംഗത്ത്. നേരത്തെ അമ്പലത്തിന് പിരിവ് കൊടുക്കുന്നത് വേശ്യാലയത്തിന് പണം കൊടുക്കുന്നതിന് തുല്യമാണെന്നും സ്ത്രീകൾ അഹങ്കാരികളാണെന്നതും അടക്കമുള്ള നിരവധി വിവാദ പ്രസംഗങ്ങൾ നടത്തിയ പ്രഭാഷകനാണ് മുജാഹിദ് ബാലുശ്ശേരി. താലിബാൻ വാദങ്ങളും സ്ത്രീവിരുദ്ധതയും ഹോമോഫോബിയയും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ നിറയാറുണ്ട്. ഇപ്പോൾ അതുപോലെ ഒരു പുതിയ വിവാദത്തിനാണ് മുജാഹിദ് ബാലുശ്ശേരി തിരികൊളുത്തിയിരിക്കുന്നത്. ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ബിഗ് ബോസ് സീസൺ 7 റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥികളായ ലെസ്ബിയൻ ദമ്പതികൾ ആദിലയും നൂറയും പിന്തുണച്ചതിന്റെ പേരിൽ സൂപ്പർ താരം മോഹൻലാലിനെ അധിക്ഷേപിക്കുകയാണ് മുജാഹിദ് ബാലുശ്ശേരി ചെയ്യുന്നത്. ലെസ്ബിയൻ കമ്മ്യൂണിറ്റിയെയും ഏഷ്യാനെറ്റ് ചാനലിനെയും അദ്ദേഹം പുലഭ്യം പറയുന്നുണ്ട്. ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയായ വേദലക്ഷ്മി ആദിലയും നൂറയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് വിമർശിച്ചിരുന്നു. അതിന് മറുപടിയായി വേദലക്ഷ്മിയെ ശക്തമായി താക്കീത് ചെയ്യുകയും നിങ്ങൾ അവരെ വീട്ടിൽ കയറ്റുന്നില്ലെങ്കിൽ കയറ്റേണ്ട, ഞാൻ അവരെ വീട്ടിൽ കയറ്റാമെന്ന ശക്തമായ മറുപടി ബിഗ് ബോസിൽ വെച്ച് മോഹൻലാൽ നൽകിയിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു. ഇതോടെയാണ് മോഹൻലാലിനെ അധിക്ഷേപിച്ചുകൊണ്ട് ബാലുശ്ശേരി രംഗത്ത് എത്തുന്നത്. മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ബിഗ് ബോസ് പോലെയുള്ള മോഹൻലാലിന്റെ പേര് പറയാൻ തന്നെ എനിക്ക് ഒരു അറപ്പ് തോന്നുന്നു. കാരണം വളരെ മോശമായതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായി അദ്ദേഹം മാറി. എന്ത് അവാർഡ് കിട്ടിയിട്ടും കാര്യമില്ല. ലോകത്തിന്റെ സകല പുരോഗതിക്കും എതിര് നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി വാദിച്ചയാളാണ് അയാൾ. ലോകത്തിന്റെ പുരോഗതി എന്നേക്കുമായി നിന്നു പോകണമെന്ന്, ലോകത്തിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടണമെന്ന്, ലോകത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനി ഉണ്ടാവരുതെന്നും വാദിച്ച രണ്ട് പെൺകുട്ടികൾ, ലോകത്ത് മനുഷ്യകുലം ഇനി ഒരു 100 കൊല്ലത്തിന് ശേഷം വേണ്ട എന്ന് തീരുമാനിച്ച രണ്ട് പെൺകുട്ടികൾ, മുസ്ലിം സമുദായത്തിലെ രണ്ട് ഷറുകൾ അഥവാ നാശങ്ങൾ, നാഷണൽ വേസ്റ്റുകൾ, അതിന് പകരം 18-ാം വട്ട തെങ്ങ് വെച്ചാൽ കരിക്കും കിട്ടും, അങ്ങനത്തെ ജന്മങ്ങൾ, ആ രണ്ട് ജന്മങ്ങൾക്ക് വേണ്ടി വാദിക്കുകയാണ്. ഞാൻ ഇങ്ങനെ വിചാരിക്കും, മോഹൻലാലിന്റെ അച്ഛനും മമ്മൂട്ടിയുടെ വാപ്പയും കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക. മോഹൻലാലും ഉണ്ടാവില്ല, മമ്മൂട്ടിയും ഉണ്ടാവില്ല. ആ കോമൺ സെൻസ് ഇല്ലാത്ത ഒരുത്തനാണ് ബിഗ് ബോസിൽ കിടന്ന് നിരങ്ങുന്നത്. ഫാൻസുകാർ കയറി തല്ലുണ്ടാക്കണ്ട കേട്ടോ. എന്ത്, മഹാത്മാഗാന്ധിയുടെ അച്ഛനും നെഹ്റുവിന്റെ അച്ഛനും കല്യാണം കഴിക്കുകയായിരുന്നുവെങ്കിൽ ഗാന്ധിയും നെഹ്റുവും ഉണ്ടാവില്ല. ഇത് കോമൺ സെൻസ് ഉള്ളവന് മനസ്സിലാവും. വലിയ ജീനിയസ് ഒന്നും ആവേണ്ട. നൂറയും ആദിലയും എത്ര വർഷം ശരീരം ഇട്ട് ഉരച്ചാലും കുട്ടികളുണ്ടാവില്ല. കുട്ടിയില്ലെങ്കിൽ നഴ്സറിയില്ല, LKG ഇല്ല, UKG ഇല്ല, RKG ഇല്ല. 2026 മുതൽ ഇന്ത്യയിൽ ആണുങ്ങളും കല്യാണം കഴിക്കുക, പെണ്ണുങ്ങളും കല്യാണം കഴിക്കുക എന്ന് വെക്കുക. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യന്മാരുണ്ടാവുമോ? അബദ്ധജടിലമായ ഒരു വിവരക്കേടാണത്. എന്നിട്ട് പറയുക ഞാൻ അവരെ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന്. എൻ്റെ വീട്ടിൽ ആരെയും കയറ്റാം, ഇജ്ജ് കയറ്റാറുമുണ്ട്, ഇജ്ജ് കയറ്റിക്കോ. പക്ഷേ അത് ലോകത്തോട് പറയേണ്ട. അത് മനുഷ്യകുലം ഉൾക്കൊള്ളേണ്ട കാര്യമല്ല. ഏഷ്യാനെറ്റിനെയൊക്കെ നിങ്ങൾ സൂക്ഷിച്ചോളി. അത്യന്തം അപകടകരമായ ചാനലാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവും. എനിക്കൊരു വിഷമവുമില്ല. ഇന്ന് എനിക്ക് സമാധാനപരമായി ഉറങ്ങാം. സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഒരുത്തിനെയും കൂസേണ്ട കാര്യമില്ല. ആരുടെയും ചിലവിലല്ല നാം ഇവിടെ ജീവിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 25 നമുക്ക് കൃത്യമായി മൗലിക പ്രബോധനത്തിനുള്ള അവകാശം തന്നിട്ടുണ്ട്. ആ അവകാശമാണ് നമ്മൾ വിനിയോഗിക്കുന്നത്. അത് വിനിയോഗിക്കണം. അത് എടുത്തു കളയുന്ന ഒരു കാലം വിദൂരമല്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുകയാണ്, ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം, ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കണം, നന്മയെക്കുറിച്ച് ചിന്തിക്കണം. ഇങ്ങനെയാണ് മുജാഹിദ് ബാലുശ്ശേരിയുടെ വാക്കുകൾ. അതേസമയം ബാലുശ്ശേരിക്കെതിരെ ഒരു വിഭാഗം വിമർശനം ഉയർത്തി രംഗത്ത് വന്നിട്ടുണ്ട്. ഇയാൾക്ക് ലിംഗനീതിയെക്കുറിച്ചും സെക്ഷൽ ഐഡന്റിറ്റിയെക്കുറിച്ചും ഒന്നും യാതൊരു ധാരണയുമില്ലതാണ് ഇതിൽ പ്രധാനം. ലോകത്തിലെ സകല പുരോഗതിക്കും എതിര് നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് ആദിലയും നൂറയും എന്നത് മതവ്രണം കലർന്ന മുജാഹിദ് ബാലുശ്ശേരിയുടെ മനസ്സിന്റെ വികലമായ ചിത്രീകരണമാണെന്ന്, ലോകത്തിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടണമെന്ന്, ലോകത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനി ഉണ്ടാവരുതെന്ന് വാദിച്ച രണ്ട് പെൺകുട്ടികൾ എന്നൊക്കെ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് ശുദ്ധ കളവാണ്. ആദിലയും നൂറയും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ലോകത്തിലെ എല്ലാവരും സ്വർഗാനുരാഗികളാവില്ല എന്നും അത് ഒരു ന്യൂനപക്ഷത്തിന്റെ ബ്രെയിൻ ഓറിയന്റേഷൻ ആണെന്നും ബാലുശ്ശേരിക്ക് അറിയില്ലേ എന്ന് പലരും ചോദിക്കുന്നു. അതുപോലെ എൻ്റെ വീട്ടിൽ ആരെയും കയറ്റാം, ഇജ്ജ് കയറ്റാറുമുണ്ട്, ഇജ്ജ് കയറ്റിക്കോ എന്ന് ബാലുശ്ശേരിയുടെ ലാലേട്ടനെതിരായ പരാമർശമൊക്കെ ലൈംഗിക അധിക്ഷേപമാണെന്നും കേസെടുക്കണമെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഒരു അബദ്ധം പറ്റിയതോ ആവേശത്തിന്റെ പുറത്തോ പറഞ്ഞതോ അല്ല ബാലുശ്ശേരി തന്നെ പ്രസംഗത്തിനിടയിൽ പറയുന്നുണ്ട്.